നിങ്ങളല്ലേ മിസ്റ്റർ ബഷീർ? അതെ, നിങ്ങളാരാ? എൻ്റെ ബോസ് നിങ്ങളെ അഭിനന്ദിച്ച് തന്നുവിട്ടതാണ്. സർക്കാരിനും പോലീസിനും ചെയ്യാൻ പറ്റാത്തത് നിങ്ങളെ പേന കൊണ്ട് സാധിച്ചില്ലേ? ഞങ്ങളുടെ കടമയല്ലേ ഇതെല്ലാം. ഇത് വലിയൊരു കാര്യമല്ലേ? സ്വന്തം ജീവൻ പണയം വെച്ച് ഇന്നത്തെ കാലത്ത് ആരെങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളൊന്ന് അനുമോദിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ ബോസ്. താങ്ക്സ്. ഒന്ന് നിന്നേ, ബോസ് ആരാന്ന് പറഞ്ഞില്ലല്ലോ. നിരഞ്ജൻ. എന്റെ മോനെ നോക്കണേ, കരമേ നോക്കണേ. കണ്ടു തുറക്കണേ ബഷീറെ. ബഷീർ, നീ എന്നെ വിട്ടു പോകരുത് ബഷീർ. ബഷീർ, ഉദയ, 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 കഥ തുറക്ക്. എന്താ സന്താനം? ഉദയ, ബഷീർ മരിച്ചിട്ടില്ല, രക്ഷപ്പെട്ടു. എന്താ പറയുന്നത്? എങ്ങനെ? ഹോസ്പിറ്റലിൽ പോയി കണ്ടവരെ എന്നോട് പറഞ്ഞത്. ഉദയേട്ടാ, ഉദയേട്ടാ, ബഷീർ, ഉദയേട്ടാ, ചേട്ടാ ചായ. മുത്തു, ബഷീർ മരിച്ചിട്ടില്ല. എന്താ ഏട്ടാ, ഇന്നലെയല്ലേ നമ്മൾ പോയി അടക്കിട്ടില്ല? അവൻ മരിച്ചിട്ടില്ല. എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ബഷീറിന്റെ മരണം സാറിന് ഒരുപാട് തളർത്തി കളഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത്രയും വിഷമിച്ചിട്ടെന്താ കാര്യം? നീ ഒന്ന് മൂളിയാ മതി. ബഷീറിനെ കൊന്ന നിരഞ്ജനെ തീയതി നോക്കി മുഹൂർത്തം കുറിച്ച് കഴുത്തറുത്ത് കളയാം. ഒരേ ഒരു മഹാനെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ മതി. ഞങ്ങളുടെ നേതാവ് ധനഞ്ജയ വീരനെ വന്നൊന്ന് കണ്ടു നോക്ക്. ലോകത്തിലുള്ള ഏതൊരു ശക്തിക്കും സാധിക്കാൻ കഴിയാത്തത് സാധിച്ചു തരുന്നേ. അതാണ് അദ്ദേഹത്തിന്റെ ബലവും. അത് ബലമല്ല, ബലഹീനതയാണ്. എന്നെ നിങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഒരാളെ കണ്ട് സംസാരിക്കുന്നതിൽ എന്താ പരീക്ഷണമുള്ളത്? ഒരു കൂട്ടരുമില്ലാതെ നിങ്ങൾ തനിച്ചു നിന്ന് പോരാടി നോക്കിയാൽ ഒന്നും നേരിടാൻ കഴിയില്ല. എൻ്റെ കയ്യിലുള്ളത് വെറും കരങ്ങൾ മാത്രമല്ല, പത്രമാണ്. അതിൻ്റെ ബലം ഞാൻ കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ ബഷീറിനെ കുറിച്ച് വിവരിച്ചു പറയേണ്ട ആവശ്യമില്ല. ഈ സമൂഹത്തിൽ ഒരു ക്യാൻസർ പോലെ പടർന്നിരിക്കുന്ന സാമൂഹിക ദ്രോഹികളെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ബഷീറിന് ആ ദുഷ്ടന്മാർ നൽകിയ സമ്മാനമാണ് ബഷീറിന്റെ മരണം. ഇവൻ അടങ്ങുന്ന ലക്ഷണമില്ലല്ലോ. ഇന്ന് ബഷീർ, നാളത്തെ ബഷീർ നമ്മൾ. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പട്ടാപ്പകലിൽ എൻ്റെ കൺമുന്നിൽ നടന്ന ബഷീറിന്റെ മരണത്തിന് ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടും അതാരും ഗൗരവമായി കണ്ടില്ല. അതിനൊരു തെളിവുകളുമില്ലെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഈ അന്യായത്തിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം പത്രം എന്ന ധർമ്മം എത്ര വലുതാണെന്ന് നമ്മൾ ജനങ്ങളിൽ മനസ്സിലാക്കി കൊടുക്കണം. ഗവൺമെന്റ് ഇതിൽ ഇടപെട്ടുകൊണ്ട് ബഷീറിന്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഇത് CBI ഏൽപ്പിക്കണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. സത്യത്തിൽ കുറ്റവാളി സാർ, നിരഞ്ജന്റെ ആൾക്കാർ വന്ന്
ഞങ്ങൾ പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ല എന്താ നടന്നെന്ന്. രക്ഷപ്പെടണമെങ്കിൽ നേതാവിനെ കണ്ടേ പറ്റൂ. ഇങ്ങോട്ട് നോക്കുതേ. ബഷീറിന് കൊന്നവരോട് പകരം ചോദിക്കണം. എന്താ പറയുന്നത്? എന്താ ചിന്തിക്കാതെ ഉദയ. നമുക്ക് നേതാവിനെ കാണാം ഉദയ. പ്ലീസ് പോകാം നമുക്ക്. ഉദയ പറയുന്നത് കേൾക്ക്. വിഷമിച്ചിരിക്കാതെ. ആരാ നിങ്ങളുടെ നേതാവ്? ബസ് ഇപ്പൊ വരും, അതിലേ പോയാൽ സൂക്ഷിച്ചു. നേരമായി നടക്കാൻ എന്തൊരു വെയില്. ഉദയ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. എന്താ ചെരുപ്പ് തയ്ക്കാൻ പോണു? ചെരുപ്പ് മാത്രമല്ല, സമൂഹവും നന്നാക്കുന്ന ആളാ. ഇതാണ് ഞങ്ങളുടെ നേതാവ്, ധനഞ്ജയ വീരൻ. ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. നമസ്കാരം. ആ, എന്താ നോക്കുന്നേ? മാറ്റങ്ങൾ അനുയോജ്യമായി വരണമെങ്കിൽ ഇങ്ങനെ കോലം കെട്ടണം. എനിക്കൊന്നും വിശ്വസിക്കാനാവുന്നില്ല. എന്ത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെള്ളയൊക്കെ ഇട്ട് നടക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. എനിക്കത് ചേരില്ല. ശരിക്കും അങ്ങ് നേതാവാണോ? ഈ നേതാവും അണികളും ഒക്കെ നമ്മുടെ കൂട്ടത്തിലില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അതെ, അതിക്രൂരമായി എന്റെ സുഹൃത്തിനെ പട്ടാപ്പകലാക്കുന്നത്. അതെല്ലാം കണ്ടിട്ട് പോലീസ് സൈലന്റ് ആയിട്ടിരിക്കുക. സർ, നിങ്ങൾ ശരിക്കും നേതാവാണോ? ഇതെന്താണ്? ചെരുപ്പ് തുന്നുന്ന സാധനം. ഇതോ? ന്യായമില്ലാത്തത് കണ്ടാൽ കയ്യിലെടുക്കുന്ന ആയുധം ഞാനെന്താ നിനക്ക് വേണ്ടി ചെയ്യണ്ടേ? ആ നിരഞ്ജനെ കൊല്ലണം, അത്രയല്ലേ ഉള്ളൂ. വേണ്ട, ശിക്ഷ കിട്ടിയാൽ മതി. ശിക്ഷ ആര് കൊടുക്കും? സർക്കാർ. സർക്കാർ അവനെ ഒരിക്കലും ശിക്ഷിക്കില്ല. വേണമെങ്കിൽ മന്ത്രി പദവി കൊടുക്കും, ശിക്ഷിക്കില്ല. നിന്റെ കൂട്ടുകാരൻ ബഷീറിനെ കൊന്നെന്ന് പറഞ്ഞല്ലോ. അയാൾ എത്ര രക്തം വാർന്ന് മരിച്ചു പോകും, അതുപോലെ തന്നെ അവനെയും കൊല്ലണം. കൊന്നവനോട് പക തീർക്കുന്ന ഈ തെറ്റൊന്നുമില്ല. നീ നിരഞ്ജനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടാൽ എന്ത് ചെയ്യും? അവന്റെ കണ്ണ് വെളിയിൽ തള്ളുന്നത് വരെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നിന്റെ ചോദ്യം കൊണ്ടൊന്നും അവൻ ചാവില്ല. ഈ തോക്കുകൊണ്ട് അത് സാധിക്കും. ദാ നിൽക്കുന്ന നിരഞ്ജൻ, കൊല്ലേ. എന്താ ആലോചിക്കുന്നേ? നിന്റെ കൂട്ടുകാരനെ കൊന്നവനെ നിനക്ക് കൊല്ലണ്ടേ? അതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അത് പോട്ടെ, നീ എല്ലാ പകയും മറക്കണം. അതെങ്ങനെ മറക്കും ഞാൻ? എൻ്റെ ഫ്രണ്ട് ബഷീറിന്റെ മരണം, അവൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കരച്ചിൽ, അവൻ ചീന്തിയ രക്തം എങ്ങനെ മറക്കാൻ കഴിയും? എങ്കിൽ കൊല്ലേ. അത് വേണ്ട, പ്ലീസ് വേണ്ട, വേണ്ട, വേണ്ട. പറയുന്ന കേക്ക്. വേണ്ട, ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വേണ്ട, വേണ്ട നേതാവേ, വേണ്ട.